ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ സ്തൂപം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1936 നവംബർ 12 തിരുവിതാംകൂർ ചിത്തിര തിരുനാൾ രാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അതിൽ ആവേശഭരിതനായ കോമാലയത്ത് കരുണാകരൻ സ്വന്തം ചിലവിൽ നാവായിക്കുളത്തെ എതുക്കാട്ട് കവലയിൽ 1937 ഫെബ്രുവരി 24 ചരിത്ര സ്മാരകമായ ക്ഷേത്രപ്രവേശന വിളംബര സ്തൂപം അനാവരണം ചെയ്തത്. അന്നത്തെ പ്രശസ്ത ശില്പികളായ ചിന്നു, വേലാചാരി എന്നിവരായിരുന്നു ഇതിന്റെ ശില്പികൾ. ജില്ലയിൽ തിരുവനന്തപുരത്തിന് പുറമെ നാവായിക്കുളത്ത് മാത്രമാണ് ഇത്തരത്തിലൊരു സ്മാരകശിലയുള്ളത്. 10 അടി ഉയരമുള്ള സ്തൂപത്തിന് മുകളിൽ ക്ഷേത്രപ്രവേശന വിളംബര സ്തൂപമെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊത്തിവെച്ചിട്ടുണ്ട്. മഹാരാജാവിനോടുള്ള ആദരസൂചകമായി വിളംബരത്തിന് മുകളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹമായ അനന്തശയനവും കൊത്തിവെച്ചിട്ടുണ്ട്. നാഷണയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നാവായിക്കുളം എതുക്കാട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രപ്രവേശന വിളംബര സ്തൂപം അത് മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്